ഓ ഹംബോ ഹെവി സാധനം. അവാർഡ് അതിൽ ആർക്കൊക്കെ കിട്ടുമെന്നുള്ളത് നമുക്കറിയാൻ അത് ജനങ്ങളിപ്പോ എന്തായാലും ഒരു അവാർഡ് കൊടുത്തെന്നാണ് ഇപ്പൊ ഈ ഫസ്റ്റ് ഷോ. ഇത് കാണണം എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഊർവശി ചേച്ചിയാണ്. ഊർവശി ചേച്ചിയും പാർവതിയും ഇല്ലെങ്കിൽ ഈ ഒരു ചിത്രം പൂർണ്ണമാവില്ല എന്ന്. ഈ കഴിഞ്ഞിടയ്ക്ക് ഇമാതിരി പടം കണ്ടിട്ടില്ല. സൂപ്പർ പടമാണ്. ഇത് കാണണം എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഊർവശി ചേച്ചിയാണ്. ഊർവശി ചേച്ചിയുടെ മുകളിൽ ഒരു നടി മലയാളത്തിൽ പ്രസന്റ് ടൈമിൽ ഇപ്പം ഇല്ല. ശോഭന പറഞ്ഞാലും മഞ്ജു വാര്യർ പറഞ്ഞാലും ഊർവശിയൊക്കെ പറഞ്ഞാലും ഊർവശി ചേച്ചിയുടെ ഒരു വേറൊരു വേ ഓഫ് സ്റ്റൈലാണ്. ഈ പാർവതി ഊർവശി ചേച്ചിയോടുള്ള കുറെ കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്. ഓ ഹംബോ ഹെവി സാധനം ഉണ്ട്. ഇത് ഒരു ഫ്ലഡ് ബേസ്ഡുള്ള ഒരു സ്റ്റോറിയാണ്. അതിൽ സുഷീന്റെ മ്യൂസിക് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ പിടിച്ചിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇവര് നമ്മളെ കോമ്പിനേഷൻ സീനുകൾ, പിന്നെ ക്ലൈമാക്സ് ഒക്കെ നല്ല ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് ലാഗുണ്ട്. പക്ഷെ എന്നാലും അത് കഥയ്ക്കുള്ള ലാഗാണ്. ഡയറക്ഷൻ വൈസ് ആണെങ്കിലും എവരി ഏരിയ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഓസമാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്, എക്സ്പെഷ്യലി ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, തന്നെ ഇരുന്ന് കരഞ്ഞോളൂ. പക്ഷെ നമ്മളങ്ങനെ കരയാൻ വേണ്ടിയിട്ട് കാണുന്നതല്ലല്ലോ. നമ്മൾ അവരോടൊപ്പം ഒരു ലൈഫ് കൊണ്ടുപോകുന്ന പോലെ ഫീലിംഗ് ആണ് സ്ക്രീനിലത്. ഈ കഴിഞ്ഞിടയ്ക്ക് ഇതുപോലൊരു പടം ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ കണ്ട കാതലാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു വേറൊരു വേ ഓഫ് സ്റ്റൈലാണ് ഇത്. പാർവതി ഒന്നും പറയാനില്ല. മലയാളത്തിൽ ഇന്നുള്ളതിൽ നമ്പർ 1 പൊസിഷനിൽ പാർവതിയാണ് ആക്ടിങ്. പുള്ളിക്കാരി ഷുവർ. കാരണം പുള്ളിക്കാരി കുറച്ചാൾ മാറി നിന്നാലും ചെയ്യുന്ന പടങ്ങൾ, ഞാൻ ലാസ്റ്റ് ഉയരെയാണ് പാർവതിയുടെ എത്ര ഷോക്കിംഗ് ആയിട്ട്. അതിനുശേഷം കണ്ട പടം കൊണ്ട് ഇതാണ് ഒന്നും പറയാനില്ല. സൂപ്പറാണ്. പിന്നെ മസ്റ്റ് വാച്ചോ. അതിലൊരു എക്സ്പെഷ്യലി ഫാമിലി തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു തിരക്കഥ, അതാണ് ആദ്യം എടുത്തു പറയേണ്ടത്. സംവിധായകൻ ക്രിസ്റ്റി ടോമിന്റെ കഥ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം അണിയിച്ചൊരുക്കുന്നത്. പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഉർവശി ചേച്ചിയും അതേപോലെ തന്നെ പാർവതി തിരുവോത്ത്, അതേപോലെ തന്നെ പ്രശാന്ത് മുരളി, അർജുൻ, അലൻസിയറേട്ടൻ, അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെയുണ്ട്. അവരെല്ലാവരും ഈ ചിത്രത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. അതാണ് ഏറ്റവും എടുത്തത്. ആരാണ് മികച്ചതെന്ന് വെച്ചാൽ ഒട്ടും ഉത്തരം പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഉർവശി ചേച്ചിയും പാർവതിയും ഇല്ലെങ്കിൽ ഈ ഒരു ചിത്രം പൂർണ്ണമാവില്ല എന്ന് തന്നെ പറയും. നല്ല മൂവിയാണ്, എല്ലാരും വന്ന് കാണണം. കരയിച്ചല്ല, ഭയങ്കര സെന്റിയായി, നല്ല വിഷമം വന്നു കാണണം. നല്ല എല്ലാരും സ്ലോ വേസ് ആണെങ്കിൽ നമുക്ക് ബോറടിക്കണം, കണ്ടോണ്ടിരിക്കാൻ തോന്നും. സിനിമ തീർന്ന നല്ല തൃപ്തി വന്നു സിനിമ. നല്ലൊരു ക്ലൈമാക്സ് നമ്മ വിചാരിച്ചതുപോലെ. പിന്നെ ഉർവശി ചേച്ചി ഒരു പഴയ കാലഘട്ടത്തിൽ ഒരു നടിയെന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കും ആളുടെ മനസ്സ് പിടിച്ചിരുത്തുന്ന ഒരു സിനിമ, ഒരു കണ്ണീര് വരുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ക്രിസ്റ്റോ എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹത്തിന് തന്നെ തിരക്കഥ നന്നായിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പിന്നെ ഉർവശി ചേച്ചിയും പിന്നെ ഇപ്പൊ പാർവതി കട്ടക്ക് നല്ല നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ്. കാരണം നമുക്ക് തിയേറ്ററിൽ നല്ല നിശബ്ദമായിട്ട് അത്രയ്ക്കും ഇതായിട്ടാണ് എൻ്റെ ക്യാമറയും ആ ഡയറക്ടറും നന്നായിട്ട് എഴുതായാലും. ക്രിസ്റ്റോന് പിന്നെ രാധാകൃഷ്ണൻ, അർജുൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ 2-3 സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് കണ്ണൂർ സ്കോഡൊക്കെ പെർഫെക്റ്റ്, നല്ല അഭിനയം. പിന്നെ പ്രശാന്ത്, അദ്ദേഹത്തിനെ കൂടെ പറയണത്, പ്രശാന്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അവാർഡ് അതിൽ ആർക്കൊക്കെ കിട്ടുമെന്നുള്ളത് നമുക്കറിയാൻ അത് ജനങ്ങളിപ്പോൾ എന്തായാലും ഒരു അവാർഡ് കൊടുത്തെന്നാണ്. ഇപ്പൊ ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഇതിൽ ഞാൻ ഒരു അവാർഡ് കൊടുത്തു എല്ലാവർക്കും.